ഒരു സ്ഥാപനത്തിൽ പുതിയൊരു എംപ്ലോയി വന്നു കഴിഞ്ഞാൽ ആ ജോയിനിങ് ഡേറ്റിൽ എന്തൊക്കെയാണ് ആ എംപ്ലോയിക്ക് നമ്മൾ നൽകേണ്ടത്? പല ആളുകളും വളരെ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഏരിയയാണിത്. നിങ്ങൾക്കറിയോ, ആദ്യ ദിവസത്തിൽ എത്ര എക്സ്പീരിയൻസുള്ള എംപ്ലോയി ആണെങ്കിലും അവർക്ക് ചെറിയൊരു കൺഫ്യൂഷൻസ് ഉണ്ടാകും. അപ്പോൾ അവിടെ ഓൺ ബോർഡിങ് നടത്തണം. ആ സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാമാണ് അവർക്ക് നൽകേണ്ടതുള്ളത്? ആദ്യം ചെയ്യേണ്ടത് HR അല്ലെങ്കിൽ HR-ൻ്റെ റോള് ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവർ വന്ന് ജോയിൻ ചെയ്യുമ്പം എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് നൽകിയതിന് ശേഷം എല്ലാ ആളുകളെയും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. വലിയ MNC കമ്പനി എന്നല്ല, നോർമൽ കമ്പനി ആണെങ്കിൽ അവിടുത്തെ എല്ലാ എംപ്ലോയീസിനെയും പരിചയപ്പെടുത്തി കൊടുക്കുക. ഇനി MNC കമ്പനിയൊക്കെ ആണെങ്കിൽ അവരെന്താ ചെയ്യാറുള്ളത്, അവിടെ ഗ്രൂപ്പ്സുകൾ ഉണ്ടാവും. ആ ഗ്രൂപ്പ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ട്രെയിനിങ്ങിലേക്ക് എൻ്റർ ചെയ്യുകയാണ് ചെയ്യുക. ആ ഒരു വലിയ MNC കമ്പനിയൊക്കെ ആണെങ്കിൽ ഒരു ഗ്രൂപ്പ് റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും നടക്കുക. നോർമൽ റിക്രൂട്ട്മെൻ്റ് ആണെങ്കിൽ ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ആദ്യം ചെയ്യേണ്ടത്. അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് മേക്ക് ചെയ്യുക. കാരണം അതാണ് ആ എംപ്ലോയിക്ക് പിന്നീട് ആ കമ്പനിയിലേക്ക് വരാനുള്ള ഫ്രഷ്നെസ് നൽകുക എന്നുള്ളതാണ്. ഫസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ കമ്പനിയുടെ മിഷനും വിഷനും വാല്യൂസും എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു പ്രിൻ്റഡ് ആയിട്ടുള്ളൊരു പേപ്പർ അവർക്ക് കൊടുക്കണം. നിങ്ങളുടെ കമ്പനി എന്താണോ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവണം. സെക്കൻഡായിട്ട് ഒരു ഡയറിയോ അല്ലെങ്കിൽ ഒരു പ്ലാനറോ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഡയറിയോ പ്ലാനറോ കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ക്രിയേറ്റീവായുള്ള കോഴ്സുകളുള്ള, അവരെ പോസിറ്റീവായിട്ട് ചെയ്യുന്ന കോഴ്സുകളുള്ള അങ്ങനത്തെ ഹാൻഡ് ബുക്സുകൾ ഉണ്ടെങ്കിൽ ആ ഹാൻഡ് ബുക്സുകൾ കൊടുക്കാം, അവർക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് നൽകുന്നത്. അതേപോലെ മറ്റൊന്നാണ് മഗ്സ്, ബോട്ടിൽസൊക്കെ, നിങ്ങളുടെ കമ്പനിയിലെ എംപ്ലോയിയുള്ള മഗ്സ്, ബോട്ടിൽസൊക്കെ അല്ലെങ്കിൽ പെൻ ഹോൾഡർ പോലുള്ള കാര്യങ്ങൾ കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ അവർക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ട്രിപ്സുകളിലോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ബ്രാൻഡ് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന ടീഷർട്ടുകൾ കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. മറ്റൊന്നൊരു പേഴ്സണൽ വെൽക്കം ലെറ്ററും കൂടെ കൊടുക്കുക. നമ്മുടെ ഈ കമ്പനിയിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് സിഒൻ്റെ ഒരു പേഴ്സണൽ വെൽക്കം ലെറ്റർ ഉണ്ടെങ്കിൽ കൊടുക്കാം. എന്തെങ്കിലും ഗിഫ്റ്റ് കാർഡുകൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതേപോലെ തന്നെ അവരുടെ ഡെസ്കിലൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാൻസുകൾ ഉണ്ടെങ്കിൽ കൊടുക്കാം. നേരത്തെ പറഞ്ഞിരിക്കുന്ന ഹാൻഡ് ബുക്സിന് പുറമെ മോട്ടിവേഷണൽ സ്റ്റിക്കേഴ്സോ പേപ്പേഴ്സോ ആണെങ്കിൽ അവർക്ക് കൊടുക്കാം. ഡെസ്കിൽ വെക്കാൻ പറ്റുന്ന ഒരു കലണ്ടർ കൊടുക്കാം. നിങ്ങൾക്ക് അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ബുക്സുകൾ കൊടുക്കാം. ഇതെല്ലാം കൊടുക്കണം എന്നല്ല പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജിക്കലായിട്ടുള്ള എസെൻഷ്യലുള്ള വേറെ എന്തെങ്കിലും യൂസർ മാനുവൽ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൊടുക്കുക. ഇങ്ങനെ ഇതെല്ലാം കൊടുത്തുകൊണ്ട് ആ എംപ്ലോയിനെ നിങ്ങളുടെ കമ്പനിയിലേക്ക് വെൽക്കം ചെയ്യുമ്പം അയാൾക്ക് എന്തെന്നില്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യും. അയാൾക്ക് അവിടെ വലിയ വാല്യൂ ഫീൽ ചെയ്യും. ഞാൻ ആ സ്ഥാപനത്തിൽ ആരോ ആണ് എന്നുള്ള ആ ഫീലിംഗ് ഫസ്റ്റ് ഡേയിൽ തന്നെ ഉണ്ടാവുകയും അവിടുത്തെ കമ്പനിയിലെ ആളുകളുമായിട്ട് റാപ്പ് ബിൽഡ് ചെയ്യുകയും ചെയ്യും. പല കമ്പനികളും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ വരിക്കുന്ന എംപ്ലോയിയോട് ആരും സംസാരിക്കുക പോലുമില്ല. അപ്പോൾ അവർക്ക് ആ ദിവസത്തിൽ തന്നെ ഒരു മടുപ്പ് അനുഭവപ്പെടും. ആ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാനും വേണ്ടി ഈ രീതിയിൽ ചെയ്യുക. ആ സ്റ്റാൻഡപ്പ് മീറ്റിംഗ് തന്നെ അവരെ പരിചയപ്പെടുത്താനും എല്ലാവരും കൈയടിച്ച് വെൽക്കം ചെയ്യാനൊക്കെ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി, ടീം മെമ്പേഴ്സിനുള്ള പ്രൊഡക്ടിവിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എല്ലാം കൂടുതൽ മെച്ചപ്പെടുത്തും. ഇതേപോലെയുള്ള ഒരുപാട് വീഡിയോസുകൾ, സ്റ്റാഫ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസുകൾ ക്ലാരിറ്റി മെൻറ്റർ എന്ന ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ HR ഒന്ന് അയച്ചു കൊടുത്ത് നോക്കൂ, അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്ക് ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കും. താങ്ക് യു.